வைக்கவா பூவானே ஆதரவ தேடி ஒரு பாட்டு ஒண்ணு கதறிலே மீனா பாட வச்ச பாத்தி கட்டி நாத்து ஒண்ணு நட்டு வைக்கவா பூவானே അക്ക ഇത് എന്നൂരക്ക എന്നൂര് എന്ന ഡിസ്ട്രിക്ട് മധുര ഡിസ്ട്രിക്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു കാഴ്ച കണ്ടുട്ടോ, ബേക്കറി ജിലേബി കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണുന്ന കട. അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി സാധനം കണ്ട് ഇത് കേട്ടോ, ഈ ഒരു ഐറ്റം. അപ്പോൾ നമ്മളത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മളാ ജിലേബിയാണ് കേട്ടോ ടേസ്റ്റ് നോക്കണത്. എങ്ങനെ രസമുണ്ടോ? അടിപൊളി അല്ലേ? ഒരു ക്രിസ്പി ആയിട്ടുള്ളൂ ഇല്ലേ? ഞാൻ മറ്റേ ശർക്കര എത്താം അല്ല, ഇത് ശർക്കര മറ്റേ മറ്റേ ശർക്കര ഇത് പഞ്ചസാരല്ലേ? നമ്മൾ ചക്കര ഇട്ടതിൻ്റെ അതേമാതിരി തന്നെ, പക്ഷെ വേറെ റൗണ്ടാണെന്നുള്ളൂ കേട്ടോ. അത് ക്രിസ്പി അല്ലേ? അടിപൊളി. അപ്പോൾ നമ്മളേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ മേടിച്ചില്ല, ഒരു റോഡ് സൈഡിൽ നിന്നൊരു പഴം. ആ പഴത്തിൻ്റെ മരമാണ് ഇട്ടത്, ആ മരമാണ്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ അട്ടപ്പാടി ഭാഗത്തു നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ മരത്തുമ്മൽ അട്ടത് ഉണ്ടാവല്. അടിപൊളി അടിപൊളി. അപ്പോൾ ഈ മരം കണ്ടപ്പോൾ കാണിച്ചു തരാൻ വിചാരിച്ച് കണ്ടെന്നിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവരതാണ് കേട്ടോ ഈ വീട്. അക്ക ഇത് എന്തൂരക്ക? എന്തൂര് അണ്ണാ? அப்படிங்களா? அக்கா உங்க பேர் என்னக்கா? சும்மா சும்மா கேக்குறக்கா. எந்த ஊரு? எந்த ஊரு? பெரியசேம்பட்டி. நம்ம கேரளா. இப்போ சுற்றி பார்த்து போகிறவங்க. நேற்றுக்கு ரோடு சைடில் இருந்து வாங்கினேன் காய் சாப்பிட்றதுக்கு. அப்போ தான் இவர் சொன்னேன் அந்த காய் வாங்கின பழத்தோட மரம்னு. அதுதான் வந்து വീഡിയോ എടുത്തത്. ശരി അണ്ണാ, കിളമ്പുറേൻ കേട്ടോ. ഇന്നലെ കിട്ടിയ സാധനം എന്താ ഇന്നലെ കിട്ടിയത് കേട്ടോ. അടിപൊളി. അപ്പോളേ നമ്മളിവിടെ നിന്ന് കാണാൻ വേണ്ടി ചോദിച്ചപ്പോൾ അണ്ണന്മാരൊക്കെ കൂടി നമുക്കിത് അർത്ഥം തരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കാണണം എന്നുള്ളത് വന്നിട്ടുള്ളൂ. അടിപൊളി അടിപൊളി. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ആൾക്കാരൊക്കെ. നമ്മളെ നാട്ടിലത്തെ അതേമാതിരി തന്നെയാണ്. ഞങ്ങളേ യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മുരിങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് കണ്ടിട്ടാ. ഇതുപോലെ ഒരുപാട് മുരിങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ള വീടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ അണ്ണന് സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. ഇതപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അണ്ണാ ഇത് എന്തൂര് അണ്ണാ? എന്തൂര്? വിരുവടി. ആ ശരി ശരി. ആ ആ சண்டை கோழி இல்லைங்களா? பெருசு காலி. அக்கா பேர் என்னக்கா? சங்கீதா. இந்த ஏரியா பேர்? தர்மராஜன். சரி. இருந்துடா வர்றீங்களா? அங்கேருந்து இங்கே வருவீங்களா? சரி சரி. யார் ரெடி பண்ணுறது இது? நீங்களா அதோ நீங்கள் ஃபேமிலி இல்லைங்களா? சரி சரி. പയ്യൻ അங்கே இருக்கிறது? ശരി ശരി. പോയി പാക്കട്ടെ. അപ്പോളേ കേരളത്തേക്ക് ഒക്കെ കൊടുത്തു വിടുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ കണ്ടത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ്. കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി ഇതെന്തോ സംഭവമാണെന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പയ്യനുണ്ട് കേട്ടോ അവരെ. ഉള്ളേറെ മുടിയുമാ? ആ ആ. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ കയറട്ടെ. വലയൊക്കെ ഇട്ട് കിട്ടവില്ലേ? നെറ്റാണ്, അതായത് മറ്റേ കിളികളൊന്നും വരാതിരിക്കാൻ. ആ ഇതിലിത് കേട്ടാ മറ്റേ മീനുകളൊക്കെ ഉണ്ട് ഒരുപാട്.
ഇതന്നെ മീനെന്നാ ഗോൾഡ് ഫിഷ് ഇല്ലെങ്കിലാ ഗോൾഡ് ഫിഷ് ഉണ്ട് കേട്ടോ ഇതിൽ ആ തലക്കൽ അത് ഒരുപാടുണ്ട്. പിന്നെ ഇതന്നെ മീനെന്നാ ഗൗരാമി. ആ നമ്മ കേരള ആമാ ഇതിൽ തട്ട എല്ലാം കൂടി മിക്സ് ആയിട്ട്. ഇതിൽ ഗോൾഡ് ഫിഷ് പിന്നെ നമ്മളെ ഗപ്പികളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഇതിലും ഗപ്പികളുണ്ട് കേട്ടോ. അടിപൊളി ഗൗരാമികളിതാ. എടുക്കും എടുത്തോളാം എടുത്തോളാം പേക്കാം. കാണിച്ചു തരാനാണ് പൊന്തിച്ച് കാണിച്ചു തരാനാണ്. ആ நீங்கள் ஹோல்சேல் பண்ணுறீங்களா? எந்த இடத்துல எல்லாம் போகிறேன் அப்படிங்களா? உங்கள் நம்பர் மென்ஷன் பண்ணால் தேவையானவருக்கு கொடுப்பீங்களா? நம்பர் கொஞ்சம் சொல்லி கொடுண்ணா. கான்டாக்ட் 9363159343. ஓகே ஓகே. இந்த ஃபார்ம் நேம் எம்எஸ்ஆர்டி கலர் ஃபிஷ். எந்த இடம்? இது தமிழ்நாடு மதுரை பக்கம் உசிலம்பட்டி விரிவீடு. ഓക്കെ ഓക്കെ. നമുക്ക് വേണ്ടിയിട്ട് ആൾ കാണിച്ചു തന്നിട്ടുണ്ട്. അയ്യോ തിളങ്ങന ഐറ്റം മീനാട്ടോ. അടിപൊളി എന്താ കേട്ടോ വലിയ കോഴിക്കറുപ്പ്. അടിപൊളി. ഇവരുടെ നമ്പർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. ആവശ്യമുള്ള ആൾക്കാർക്ക് ഇവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത്. മുനസിന് കൊടുക്കുക കേട്ടോ. ഇവരത്രയും ഇണക്കി വളർത്തുന്നതാണ്. ടാങ്കിലൊക്കെ മീനുകളുണ്ട് കേട്ടോ. അവർ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതൊക്കെ അവരെ ഫിഷുകളാട്ടോ. ഒരുപാട് വെറൈറ്റി ഫിഷുകളുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കിട്ടും കേട്ടോ. കോഴിക്കാർപ്പിൻ്റെ എല്ലാ ഐറ്റം വെറൈറ്റി കളറുകളും ഉണ്ട് ഇതിൽ തട്ടാ. മാഷാ അല്ലാ അടിപൊളി ഒരുപാടുണ്ട് എന്നുള്ള കേട്ടോ. വലിയ കുളമാണ്, ഒരുപാടുണ്ട് മീനുകൾ. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഈ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ യാത്രയിൽ ഇങ്ങനെ പരിചയപ്പെട്ടാണ്. അടിപൊളി ഒരു ബിസിനസ് ആശയമാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നമുക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആളുകളെ ഞാനിതിൽ നമ്പർ മെൻഷൻ ചെയ്യാം. ഇതിൽ കയറി അവരെ കോൺടാക്ട് ചെയ്താൽ ഇവർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ടും അയച്ചു തരും കേട്ടോ. എന്തായാലും നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അതിൽ കയറിയിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇവരുമായി സംസാരിച്ച് ഡീലാക്കട്ടോ. ഇവരെ വീട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവർ ഫാമിലി ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് കേട്ടോ. ഇതിലൊക്കെ കണ്ടാണ് എന്തുമാത്രം രസമാണ് മീനുകൾ എന്നുള്ളത്. ഒരു വെറൈറ്റി മീനുകൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ റോഡിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തോട്ടം കണ്ടപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇളനീനിടുകയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാണ് തിരിച്ചപ്പോൾ അവിടെ ഒരു പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് റിട്ടേൺ എടുത്തതിൽ ഒരാൾ വന്നിട്ട് എന്താ ഏതാണെന്നുള്ളത് ചോദിച്ച് ഞങ്ങളോട് ഭയങ്കര നീറ്റായിട്ട് പെരുമാറിയിട്ട് മൂപ്പര് പറഞ്ഞ് ഈ റൂം നമ്മളതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോയിക്കൊള്ളിന്നിട്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകാൻ നിന്ന്. പക്ഷേ ടൈം നോക്കിയപ്പോൾ 6 മണിയോടെ അടുത്തേക്കണേ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു മൂപ്പരോട് ഇന്ന് ഞങ്ങളോട് സ്റ്റേ ചെയ്യട്ടെ. അതൊക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം. ഞങ്ങൾ പറഞ്ഞു നാളെ പോകുള്ളൂ രാവിലെ. കുഴപ്പമൊന്നുമില്ല, ഞാൻ രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകയാണ് ഞാൻ ബൈക്കോളാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ടെന്നുള്ള കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാലിക്കിനോട് നിർത്തി, നേരെ റിവേഴ്സ് വെച്ചിട്ടാ മാലിക്കിനോട് നിർത്തിയിട്ട് ഇതാ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ 3 ദിവസം അതിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കണേ. ജസ്റ്റ് ഇതോടെ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഞങ്ങൾ നേരത്തെ മേടിച്ച കടി ഇതാ, പിന്നെ ചായയും കാര്യങ്ങളൊക്കെ അതവിടെ ഉണ്ടാക്കണം കേട്ടോ. ജസ്റ്റ് എൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പോൾ ഇയാളെ പറ്റിയിട്ട്? അടിപൊളിയല്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? പുറത്തിറങ്ങിയാലും സപ്പോർട്ടിന് ആൾക്കാരില്ലേ? പ്രതീക്ഷിക്കാതല്ലേ കിട്ടിയത്, ഒരു പ്രതീക്ഷയില്ലാതെ. അപ്പോൾ അതാണ്, ഒരു പ്രതീക്ഷയില്ലാതെ നമുക്ക് ഓരോരുത്തർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എന്താണാവും ഓരോ ഗുണങ്ങളാട്ടോ. ഇതൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷയല്ല. പക്ഷേ നമ്മൾ കൂടുതലും ഉൾഗ്രാമങ്ങളിലൂടെ ഉള്ള വ്യക്തികളെ പരിചയപ്പെട്ടിട്ടാണ് നമ്മൾ യാത്ര കൂടുതലും പോകട്ടോ.